ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സമയം തിയേറ്ററുകളിലെത്തുന്നു ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി. അതെ, തിയേറ്ററിലെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി അവർ എത്തുകയാണ്. 4/4/2026 ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മലയാള സിനിമ ദ ബിഗ് എം സ്റ്റെപ്പ് ഇൻ ടു തിയേറ്റേഴ്സ് ഫോർ ട്രെയിലർ ലോഞ്ച് ഓൺ 4/4/2026. മമ്മൂട്ടി രാഗം തിയേറ്റർ, തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് എത്തുമെങ്കിൽ മോഹൻലാൽ കവിത തിയേറ്ററിൽ എറണാകുളം 6 മണിക്കെത്തുന്നു. ഒരേ സമയത്ത് 2 ജില്ലകളിൽ 2 തിയേറ്ററുകളിൽ അവരെത്തുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്ററിലാണ് മോഹൻലാൽ എത്തുന്നത്, കവിതാ തിയേറ്റർ. തൃശ്ശൂർ രാഗം തിയേറ്റർ ഏറ്റവും പ്രൗഢിയോടുകൂടിയ തിയേറ്റർ. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഏറ്റവും മുതൽക്കൂട്ടായ തിയേറ്ററുകളിൽ ഒന്ന് തന്നെയാണ് രാഗം തിയേറ്റർ. ഇവിടെയാണ് സിനിമകൾ നിറഞ്ഞ് ഓടുന്നതും നിറഞ്ഞ് നമുക്ക് ആംബിയൻസും ഒപ്പം ഒരു സിനിമയുടെ പ്രകടനവും ഫാൻ ഫൈറ്റും അല്ലെങ്കിൽ ഫാൻസിൻ്റെ ആർപ്പുവിളികളും എല്ലാം ഏത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ ഈ 2 തിയേറ്ററുകളിൽ ഒരേ സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും പാട്രിയറ്റ് എന്ന മലയാളത്തിൻ്റെ ബിഗ് ബജറ്റ് മൂവിക്ക് വേണ്ടി ഉള്ള പ്രൊമോഷന് എത്തുകയാണ്. സിനിമ മെയ് 1-ാം തീയതി റിലീസിന് എത്തുകയാണ്. ഒരു മാസം മുന്നോടിയായിട്ട് തന്നെ അതിൻ്റെ ഓരോ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഓരോ പരിപാടികളിലേക്ക് എത്തുകയാണ്. എന്തായാലും 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഈ ഒരു സിനിമയുടെ വിജയം നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു സിനിമ മമ്മൂട്ടിയും മോഹൻലാലും നീണ്ട 16-17 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നു എന്ന പ്രത്യേകത. മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 നടന്മാർ ഒരുമിച്ച് അഭ്രപാളികളിൽ എത്തുന്നു. 50-ന് മുകളിൽ തവണ ഒരുമിച്ച് അഭിനയിച്ച ഏക സൂപ്പർ താര ജോഡി എന്ന് തന്നെയാണ് പറയാനുമുള്ളത്. ഒരുപക്ഷെ ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ വേറെ ആരും ഉണ്ടായിട്ടും ഉണ്ടാകില്ല ഇത്രത്തോളം ഒരുമിച്ച് അഭിനയിച്ചേക്കുന്ന സമകാലീനരായ 2 സൂപ്പർ താരങ്ങൾ. ഏകദേശം 50 വർഷമായി ഒരുമിച്ച് ഇവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു വീണ്ടും അവർ ഒരുമിച്ച് വരുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇവരൊരുമിച്ചുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ഏതൊരു മലയാളിയെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഫാൻസും ഫാൻ ഫൈറ്റും ഒക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇവർ ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ഓരോ മലയാളിയുടെയും മനസ്സ് പോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുന്നായ്മയും ഉണ്ടെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു മനസ്സ് നമുക്ക് കാണാൻ കഴിയും. അത് തന്നെ ഈ ഒരു ഫാക്ടറിയിലും കാണാൻ കഴിയും. പലപ്പോഴായി നമ്മൾ കണ്ട ഒരു കാഴ്ച, പ്രളയം, സുനാമി, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളിലും മലയാളികൾ എങ്ങനെയാണോ മനസ്സൊരുമിച്ചത് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവർ ഒരുമിക്കുന്ന അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും ഒരേ മനസ്സിൽ ഒരേ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരിക എന്നുള്ളത്. അതൊരു ആഘോഷം തന്നെയാണ്. വിഷുവും ഈസ്റ്ററും എല്ലാം ഒരുമിച്ച് ഒരേ ദിവസം വരുന്ന ഒരു പെരുന്നാളും എല്ലാം ഒരുമിച്ച് ഒരേ ദിവസം വരുന്ന ഒരു അനുഭവം തന്നെയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. പാട്രിയോട്ടിൽ ഇവർ 2 പേരും ഒരുമിച്ച് എത്തുമ്പോൾ എന്തായാലും കാത്തിരിക്കാം 4-ാം തീയതി, അതായത് മറ്റന്നാൾ ഇവർ 2 പേരും തിയേറ്ററുകളിലെത്തുമ്പോഴും എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ മുന്നോട്ടുള്ള പോക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണം.